അപ്പോൾ ഇതാണ് ഗ്ലാമികയും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ എൻ്റെ ആ ഒരു പ്രോബ്ലം മാറി. എനിക്കും ഇത് കണക്ക് തന്നെയായിരുന്നു. ഈ ജനുവരി വരെ അല്ലെങ്കിൽ ജനുവരി ടു ഫെബ്രുവരി വരെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഡെയിലി ഒരു നേരം ഭക്ഷണം കഴിക്കത്തുള്ളൂ. അത് ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഗ്ലാമി ഗംഗയാണ്. ഗ്ലാമി ഗംഗേനെ ഞാൻ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിൽ ഒരാൾ തന്നെയാണ്. ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള ബ്ലോഗുകളും മറ്റു കാര്യങ്ങളും എല്ലാം അവർ ചെയ്യാറുണ്ട്. ഇവരുടെ വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞത്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ കുറേ അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ, വിഷ്ണു എന്നാണ് അയാളുടെ പേര്, ആ വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ മുൻപ് വിവാഹിതനായിരുന്നുവെന്നും ഒരു കുട്ടിയുടെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഗ്ലാമി ഈ പറയുന്ന ഒരു കുട്ടിയുടെ പിതാവായിട്ടുള്ള പുരുഷനെ തട്ടിയെടുത്തതാണ് എന്ന തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ട് ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഈ യുവതി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യ ഇപ്പോൾ ഓൾറെഡി വിവാഹിതയാണ്, അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ ഒരു റിലേഷനിലേക്ക് വന്നത് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം ഇവരുടെ വിവാഹത്തിന്റെ അന്നത്തുള്ള ഒരു ബ്ലോഗ് അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്നേരം അതിനകത്തൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇവരുടെ വിവാഹം തുടങ്ങുന്നത് പോലും വിവാദമാണ്. അതിനകത്ത് ഇവര് വരന്റെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ ബെഡ്റൂം ആകപ്പാടെ അലങ്കോലമാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം ആളുകൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ ഒരു വിഷയം എടുത്തിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ഒരു ഇൻസിഡന്റ് അറിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ് ഈ വക കാര്യങ്ങളിൽ ഉള്ള കാര്യം പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്. എന്താണെന്ന് വെച്ചാൽ 1000-1500 പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും വല്ല 10-14 പേരെ ലൈക്ക് ചെയ്യുന്നത്, 4-5 പേരെ കമൻറ്റ് ചെയ്യുന്നത്. ഹൈപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമൻറ്റുകളാണെങ്കിൽ മാത്രമേ ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാറുള്ളൂ. അതായത് എന്നെ ഒരുമാതിരി വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ എടുത്തു വെച്ച് അലക്കുന്നത്. അല്ലാതെ എൻ്റെ കമൻറ്റ് ബോക്സ് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന യൂട്യൂബറോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂ ആണ് ഉള്ളത്. അതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് വന്ന് നിന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നത്, ഹൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കമൻറ്റുകൾ അവരിടുമ്പോൾ അവരെങ്ങനെ നിങ്ങളൊരു കുഴുത്തുരുമ്പായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്, അതൊരു മോശം സ്വഭാവമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. അറിഞ്ഞൂടാ, മേ ബി എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മൾ അപ്പൂൻ്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ ഇതുകൊണ്ടായിരുന്നു ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പു മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുഴുത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പുന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പുന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഈ റൂമിൽ ആരെയും കയറ്റിയായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞ ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കിടക്കായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട. പോലെ മൂടിക്കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത്, ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്, വേറൊരു ബെഡിലാണ് കിടന്നത്.
അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്നാൽ അതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തു. കാരണം ഒരു 30 സെക്കൻഡോ അല്ല ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ ക്യാരക്ടറോ ഒരു ഫാമിലിയുടെ ക്യാരക്ടറോ ഒന്നും ജഡ്ജ് ചെയ്യാൻ. അപ്പം ഇതാണ് ഗ്ലാമി ഗംഗ അന്നത്തെ ആ ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ആരുടെ ശ്രദ്ധയിൽപ്പെടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചാനലിനകത്ത് ഇടുന്ന വീഡിയോസ് എല്ലാം മില്യൺസ് ഓഫ് വ്യൂ ആണ് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇത് ശ്രദ്ധിക്കും. പിന്നെ അതുമല്ല, നിങ്ങളുടെ സ്വന്തം പ്രയത്നത്താൽ നിങ്ങളൊരു വീട് വെച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾ പല ചോദ്യങ്ങൾ ചോദിക്കും. അതെല്ലാം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം വീട്ടിൽ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസും കൂടി എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ ഒരു കാരണവശാലും എൻ്റെ ചാനലിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്ക് അവർ എൻ്റെ ചാനലിനകത്ത് വരുന്നതിനകത്ത് വിഷയമില്ല. പക്ഷേ ഞാൻ അവരെ ഇൻ കേസ് എൻ്റെ ചാനലിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിക്ചറുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് ആഘോഷമാക്കാണ്ട് കാത്തിരിക്കുന്ന കുറേ അധികം യൂട്യൂബേഴ്സ് ഈ യൂട്യൂബിലുണ്ട്. കാരണം അവർക്ക് ഞാൻ മൂലം ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഞാൻ മൂലം ഉണ്ടായിരിക്കുന്ന കേസുകൾ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരെ ആരെങ്കിലും കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിപ്പറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി അധികം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ എൻ്റെ മറ്റ് ചെറിയ ചെറിയ വ്ളോഗുകളിലൊക്കെ ഉൾപ്പെടുത്താത്തത്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ പോലും ആ കൂട്ടത്തിൽ എൻ്റെ അമ്മയുണ്ട് ആ ഓട്ടോയ്ക്കകത്ത്. ഞാൻ അമ്മയുടെ ഫേസ് ഒന്നും കാണാതെയാണ് എൻ്റെ വീഡിയോ മാത്രമായിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടുകാരെ എനിക്ക് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. ഉണ്ടെങ്കിൽ പോലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സൈബർ അറ്റാക്ക് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എവിടെ നിന്നുണ്ടാകുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയും ഈ സോഷ്യൽ മീഡിയയിൽ ആരും എടുത്തിട്ട് അലക്കാതിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാണ്ട് എനിക്ക് താല്പര്യമില്ല. അവരെ ആരും അധിക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനി അവരെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ ഞാൻ റിലീവ് ചെയ്യില്ല എന്നുള്ളത് തീരുമാനം നിങ്ങൾ എടുക്കണം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാമി ഗംഗയുടെ വീഡിയോയ്ക്കകത്ത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതും കൂടി എല്ലാവരും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് ഇപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ആ വിഷയം കുറച്ചൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കയറി. സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ വെച്ചാൽ അമ്മ രാവിലെ ദോശ ഇഡലിയൊക്കെ കൊണ്ടുപോയി. അപ്പം ഞാൻ ഇപ്പം അമ്മയെ ചതിക്കാന്ന് വെച്ചാൽ എനിക്ക് മുട്ട മതി എന്ന് പറയും. അപ്പം മുട്ട വെച്ചാകുമ്പോഴത്തേക്ക് അവരെ അങ്ങ്, പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് രാവിലെ ഭയങ്കര പാടാണ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് രാവിലെ എണീറ്റ് ഒരു കട്ടന എന്തെങ്കിലും ഗ്രീൻ ടീ എന്തെങ്കിലും മതി, കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു നേരം ഞാൻ നല്ല പോലെ കഴിക്കും, നല്ല. അപ്പോൾ ഇതാണ് ഗ്ലാമി ഗംഗയും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ എൻ്റെ ആ ഒരു പ്രോബ്ലം മാറി. എനിക്കും ഇത് കണക്ക് തന്നെയായിരുന്നു. ഈ ജനുവരി വരെ, അല്ലെങ്കിൽ ജനുവരി ടു ഫെബ്രുവരി വരെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഡെയിലി ഒരു നേരം ഭക്ഷണം കഴിക്കത്തുള്ളൂ. അത് മിക്കവാറും ഉച്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ രാത്രി. ഈ ഏതെങ്കിലും ഒരു ടൈമിൽ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ബാക്കി ടൈമുകളിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ജോലിയുടെ തിരക്കുകൾ അത്രത്തോളം ഉണ്ടായിരുന്നു. ഞാൻ കേബിൾ ടി വിയിൽ ഒരു ടെക്നീഷ്യൻ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു ഇഞ്ചുറി ഉണ്ടായി. അങ്ങനെയാണ് ഞാനിപ്പോൾ ജോലിയിൽ നിന്ന് ഒന്ന് ഗ്യാപ്പ് എടുത്ത് കഴിക്കുന്നത്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം. അപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ ഫുഡ് കഴിപ്പും മറ്റു കാര്യങ്ങളെല്ലാം താളം തെറ്റും. കാരണം വെച്ചാൽ ഞാൻ രാവിലെ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ വെളുപ്പിൻ്റെ 4 മണിക്കായിരിക്കും പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ അന്നത്തെ ദിവസം രാവിലെ ഫുഡ് കഴിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതും ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും ഞാൻ കഴിക്കുന്നത്. അന്നേരത്തേക്ക് എനിക്ക് പ്രോപ്പറായിട്ടൊരു ഫുഡ് കഴിക്കാൻ ടൈമില്ല. അത് തന്നെയാണ് ഈ ഒരു ഡിസീസിന് കാരണം. ഇതൊരു തരത്തിൽ പറഞ്ഞ അസുഖം തന്നെയാണ്. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാനൊരു നേരം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 to 8 മണി ആ ഗ്യാപ്പിൽ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ കൊണ്ട് ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ തളർന്നു പോകും. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ഒരു വിഷയമുള്ളത് ഞാൻ ഇത്തവണ എൻ്റെ നട്ടലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറോട് പറഞ്ഞു. അന്നേരം അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ എനിക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നു. അത് നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ കുറേ അധികം മരുന്നുകളും കാര്യങ്ങളും എല്ലാം കഴിച്ചപ്പോൾ ഇപ്പം എനിക്ക് പ്രോപ്പറായിട്ട് വിശപ്പ്, ദാഹം തുടങ്ങിയ ടെൻഡൻസികൾ വരാൻ തുടങ്ങി. എനിക്ക് ഗ്ലാമി ഗംഗയുടെ ഈ ഒരു
സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ എൻ്റെ അനുഭവമായിട്ട് ഏറെക്കുറെ താരതമ്യപ്പെടുത്താവുന്ന കാര്യമാണ്. ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചു, ചില ദിവസം ഞാൻ ഒന്നും കഴിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റും. ഒന്നല്ല 2 ദിവസം വരെ എനിക്കൊന്നും കഴിക്കാതിരിക്കാൻ പറ്റും. ഉറങ്ങാതിരിക്കേണ്ട 5, 6 ദിവസം, ചില ദിവസങ്ങളിൽ 10, 15 ദിവസം ഉറങ്ങാതിരിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു ഒരു ടൈമിൽ. ഇപ്പം അതിനെല്ലാം ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ട് വരുന്നതിനനുസരിച്ച് എൻ്റെ ബോഡി റിക്കവറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്നെ ഒത്തിരി അധികം ഇവരുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന സിറ്റുവേഷനാണ്. അതൊരു ഹെൽത്ത് കണ്ടീഷനാണ്. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അതൊരു അപകടത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട്, അതായത് ഇപ്പോൾ ഇവർ വിവാഹിതയാണ്, ഇനി ഇത് കഴിയുമ്പോൾ ഇവർക്ക് പ്രഗ്നൻസിയോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നേരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കണം. അന്നേരത്തേക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിസീസസ്, അതായത് ഈ ഫുഡ് രാവിലെ കഴിക്കാതിരുന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം വേർത്തൊഴുകും ഞാൻ. എത്ര തണുപ്പുള്ള കണ്ടീഷനാണെങ്കിൽ പോലും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വെട്ടി വേർത്ത് ഒഴുകും. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ നനയുന്ന രീതിക്ക് എന്നെ വേർക്കും. അതാണ് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്നെ 3 പേര് കൂടി എഴുന്നേൽപ്പിക്കണം. എൻ്റെ ബോഡി കണ്ടീഷൻ അത്രത്തോളം വീക്കാവും ആ ടൈമിൽ. അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല എന്നെനിക്കറിയാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അത് എടുക്കുക. എടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ജെൻസി അല്ലെങ്കിൽ 90s പെൺകുട്ടികളുടെ ഒരു സ്ഥിരം ഡയലോഗുണ്ട്. അത് ഗ്ലാമികയും ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും അതൊന്ന് കേട്ടു നോക്കാം. കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്ക് ഇന്നിവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചിയുണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പോൾ എനിക്കറിയാം നിനക്ക് ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വയ്ക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരുവിധപ്പെട്ട പെൺകുട്ടികളുടെ എല്ലാ അവസ്ഥ. കുക്കിംഗ് അറിയത്തില്ല, കാരണം അടുക്കള കണ്ടിട്ടില്ല. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരു കുക്കിംഗ് എക്സ്പെർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യും. അതായത് അത്യാവശ്യം ചോറും കറിയും വെക്കാണ്ട് എനിക്കറിയാം, ഒരു ആൺകുട്ടിയാണെങ്കിൽ പോലും. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചതല്ല, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഏറ്റുമാനൂരിൽ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പഠിച്ചു. എന്ന് വെച്ചാൽ വലിയ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒന്നും ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. കഞ്ഞി വെക്കും, അതിനകത്ത് ഉരുളക്കിഴങ്ങ് കൊണ്ട് മെഴക്കുരട്ടി വെക്കും, തക്കാളിക്കയും സവോളയും വെച്ച് ചാറുകറി ഉണ്ടാക്കും. അങ്ങനെയുള്ള അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയാം. വലിയ ലക്ഷറി ആയിട്ടുള്ള സാധനമൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ യൂട്യൂബിലൊക്കെ ഇൻഫ്ലുവൻസർമാരായിട്ട് വരുന്ന ആളുകളോട്, യൂട്യൂബ് ബ്ലോഗർമാരൊക്കെ ആയിട്ട് വരുന്ന പെൺകുട്ടികളോട് ആദ്യം തന്നെ പറയുന്നത്, ഈ ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തിൽ കുറച്ച് സമയം ഒന്ന് മാറ്റി സ്പെൻഡ് ചെയ്യുക. കുക്കിംഗ് പഠിക്കാം. കുക്കിംഗ് പഠിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ്, അതായത് ഞാൻ പറഞ്ഞ കണക്ക് ചിക്കനോ മട്ടനോ ഒന്നും ഉണ്ടാക്കാൻ പഠിച്ചിട്ടും അത്യാവശ്യം കഞ്ഞിയും കറിയും വെക്കാൻ നിങ്ങൾക്ക് പഠിക്കണം. കാരണം വെച്ചാൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ഒന്നുമില്ല, നമുക്ക് പുറത്തുനിന്നൊരു സാധനം പോയി മേടിച്ചുകൊണ്ട് വരാനുള്ള സിറ്റുവേഷൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, വീട്ടിൽ ആരുമില്ല, നിങ്ങളുടെ ഫോണിനകത്ത് ചാർജും ഇല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് മേടിക്കാൻ ഹോട്ടലിൽ പോകാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പരിസര പ്രദേശങ്ങളിലോ ആളുകളില്ലെങ്കിൽ വീട്ടിൽ ആൾ വരുന്നിടം വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. അപ്പം അതും നിങ്ങൾക്ക് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്താലും നിങ്ങളുടെ ചാനലിൽ റീച്ച് കിട്ടത്തില്ലേ? അതായത് നിങ്ങളിപ്പം ഉദാഹരണത്തിന് ഗ്ലാമിക്കൊക്കെ തന്നെ നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയോട് ചോദിച്ച് ഈ മീൻകറി ഉണ്ടാക്കാൻ പഠിക്കുന്നതൊക്കെ ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതും കാണാണ്ട് ആൾക്കാർ വരും. അന്നേരം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടത്തില്ലേ? അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്ന കാര്യം കൂടി ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ തട്ടിക്കൂടി ചെയ്തത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇന്ന് എനിക്ക് ആകപ്പാടെ മേലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത് കുറഞ്ഞത്. പിന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് കണ്ടന്റുകൾ തപ്പിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യണം. അത് കാര്യം ഇന്ന് നല്ല ബാക്ക് പെയിൻ ഉണ്ടാക്കും, അതാണ് തന്നെ തലവേദന ഉണ്ടാകുന്നത്. അന്നേരം എനിക്ക് ഏറ്റവും ഈസി ആക്സസ് ആയിട്ട് കിട്ടുന്നത് പൊളിറ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഒരു വിഷയം ചെയ്തത്. ഇച്ചിരി ഒന്ന് ക്ലിയർ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു കണ്ടന്റ് കിട്ടി, അതെടുത്ത് വെച്ച് ചെയ്യുന്നു. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.